പരിശുദ്ധമായ റമദാനിൽ വിശ്വാസികളായ ആളുകൾ നിർവഹിക്കുന്ന തറാവീഹ് നിസ്കാരം, അതിൻ്റെ എണ്ണം എത്രയാണ്? അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഭാവം എത്രയാണ്, എണ്ണം എത്രയാണ്? ഇത്തരം ചർച്ചകൾ വലിയ വിവാദങ്ങൾക്കും ഒരു വേള വാദപ്രതിവാദങ്ങൾക്ക് വരെ കേരളത്തിൽ വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം ഉമ്മത്തിന് പൊതുവായ ഒരു പരിഹാരത്തിലെത്താൻ കഴിയുന്ന രൂപത്തിൽ, തീർപ്പിലെത്താൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഒരു പരിഹാരം നമുക്ക് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് കേരളത്തിൽ വിവാദത്തിലായ CIC വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിലൊന്ന്, വാഫി കോളേജുകളിൽ പഠിപ്പിക്കപ്പെടുന്ന സിലബസുകളിൽ തറാവീഹ് നമസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ എണ്ണം അത് 11 റക്അത്താണ്. 8 തറാവീഹ്, 3 വിത്ർ, അങ്ങനെ 8 3 11 നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്നു വാഫി സിലബസുകളിൽ എന്ന ഒരു വിവാദമാണ് സമസ്തയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഉന്നയിച്ചത്. നമുക്ക് ആ ഭാഗം കേട്ടു നോക്കാം. അപ്പൊ ഈ കിതാബ് വെച്ച് പഠിപ്പിച്ചു വല്ലഫ്ളു അൻ തുസല്ലാ, തറാവീഹിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വല്ലഫ്ളു അൻ തുസല്ലാ 8 റക്അത്തിൻ, 8 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇഖ്തിദാം ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ട് കഴിഞ്ഞു. സഹോദരങ്ങളെ, കേട്ടുവല്ലോ. ഇഖ്തിദാം ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് 8 3 11 റക്അത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഫിഖ്ഹുൽ മുയസ്സറിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ് വാഫി കോളേജുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വഹാബിസത്തിന്റെ കടന്നുകയറ്റമാണ്, ഇത് നമുക്ക് വെച്ചു പുറപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ടാണ് ബഹുമാന്യനായ ആദർശേരി ഫൈസിയെ അടക്കം പുറത്താക്കുവാനും വലിയ വിവാദങ്ങൾ കേരള മണ്ണിൽ സൃഷ്ടിക്കുവാനും പരിശുദ്ധമായ റമദാനിന്റെ പകലുകളും രാത്രികളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുവാനുമൊക്കെ സമസ്ത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വാദപ്രതിവാദങ്ങളും ചർച്ചകളും കേരള സമൂഹത്തിൽ കൊടുമ്പിരി കൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു ഇതെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്നതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയാണ്. ഉമർ ബിൻ ഖത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് ഉമർ ബിൻ ഖത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്തെ പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചു. 20 നിസ്കരിച്ചു. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം. അപ്പൊ സഹാബത്തോടെ നിസ്കരിക്കുമ്പോൾ അവരതൊക്കെ ശരിക്ക് പരിശോധിച്ചതിന് ശേഷമാണ് അവർ നിസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ തറാവി 20 നമുക്ക് യാതൊരു സംശയമില്ല. കാരണം എന്തുകൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒന്ന് സഹാബത്ത് ചെയ്യൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെന്നത് ഒരു സഹാബി ചെയ്തതല്ല, ഒരുപാട് ഒരു കൂട്ടം സഹാബികളെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ളതായ ഒരു പരസ്യമായ ഒരു പ്രവർത്തനമാണത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, അതുകൊണ്ട് അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആയത്തിനെയും ഹദീസിനെയും മനസ്സിലാക്കിയതാവുന്ന മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെന്താ ചെയ്തു എന്നുള്ളത് അതല്ലേ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും. ഇതെന്തിനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു? അവരങ്ങൾ അനുകരിച്ചോന്നല്ലേ, അവരനുഗമിച്ചോന്നല്ലേ, അവരെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഹുജ്ജത്താക്കിക്കോന്നാണ് ആ വാക്കിന്റെ അർത്ഥം.